പർച്ചേസിങ് PC. PC പർച്ചേസ് ചെയ്താലേ ഇത് തുറക്കത്തുള്ളൂ. നമ്മുടെ സ്റ്റോറേജ് റൂമാണത്. സ്റ്റോറേജ് തുറക്കണമെങ്കിൽ നമ്മൾ PC വാങ്ങിക്കണം. PC വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കാശാണ്. നോക്കട്ടെ, ഞാൻ PC വാങ്ങിക്കാൻ ഇപ്പോൾ തന്നെ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ പറ്റില്ല എന്തായാലും. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ ഒരു റേറ്റ് ഇടണം. ഓയിലിന് നല്ല റേറ്റ് ഇടണം ഗൈസ്. കാരണം ഓയിലിനൊക്കെ നല്ല റേറ്റ് വേണം. ഏകദേശം $3 ഓയിൽ ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇതിന് സെറ്റ് ആസ് എ പ്രൈസ് എന്ന് പറയുമ്പോൾ $1 എന്തായാലും പോരാ, വെർത്തല്ല. 2 വേണ്ട, 2ഉം വെർത്തല്ല. $4 ഞാൻ വേണ്ട, $3 ഇന്ന് കൊടുക്കട്ടെ. ഇതിന് ഞാൻ കൊടുക്കുന്നത് ഒരു 2.40 കൊടുക്കുന്നുള്ളൂ. ഇത് ഞാൻ 4 കൊടുത്താലോ എന്ന് ആലോചിക്കും. അത് നേരത്തിട്ടുള്ളതുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കട ഷോപ്പ് തുറക്കാൻ പോവാണ്. വരി മക്കളെ, നിങ്ങളെ ഞങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. ക്യാഷ്യർ വേണം. ട്രസ്റ്റഡ് ഫീൽഡ് റോഡ്. ഇവനെ ക്യാഷ്യറാണ്. ഇവർ രണ്ട് ക്യാഷ്യറല്ലേ. എത്ര ഇടം നിനക്ക് വേണം? മാസം 150. 5 ദിവസമേ ഇരിക്കത്തുള്ളൂ. 150 വേണം. ഇവനെ വാങ്ങിക്കാൻ പറ്റുമോ? ഇപ്പോൾ പറ്റത്തില്ല. അതായത് ഇവനൊക്കെ നല്ല കത്തിയ വരെയാണ് ക്യാഷ്യസിനൊക്കെ. അങ്ങനെ ഇങ്ങനെയൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇതെന്താ ഓയില്? ഞാൻ പിന്നെയും കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നല്ലോ. നിൽക്കണമായിരുന്നു. കുറേ ഉണ്ട് കേസാർ. നിൽക്കും. ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ കുറേ അങ്ങ് പൈസ കയറിയപ്പോഴേ ഒന്നും നോക്കിയില്ല, എല്ലാം അങ്ങോട്ട് ഓർഡർ ചെയ്തു. ക്യാഷ്യറിനെ വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ ഏകദേശം ഒരു $3-4 ആയിരുന്നെങ്കിൽ നോക്കാം. ഇതിപ്പോൾ $150 ഞാൻ ഇപ്പോൾ എവിടെ നിന്ന് എത്തിക്കാനാണോ മോനെ? ഓക്കെ, അതിപ്പോൾ ശരിക്കും എത്ര കൊടുക്കേണ്ട ശരിക്കും നോക്കട്ടെ. റിസീവ് 15 10. ഓക്കെ, ഇവനിപ്പോൾ എത്ര കൊടുക്കേണ്ടത്? പക്ഷേ ഇവനിപ്പോൾ എത്ര കൊടുക്കണ്ടേ? ഞാൻ നോക്കട്ടെ. 3.36 ഈ $1 വേണോ? അല്ല, വ്യൂ. ഞാൻ പറയാം 1 2 3. എൻ്റെ 63 അല്ലേ? 1 2. ഓക്കെ ശരിയാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയി. ഓക്കെ, തെരി കയറി. എത്ര വേണ്ടേ? വേറെ .04 കിട്ടോ? അടുത്തുള്ളൊരു ബ്രെഡാണോ? ബ്രെഡിനൊക്കെ ഞാൻ $2 തന്നിട്ടുണ്ട്. പാപം ഞാൻ. 18.05 മുന്നേ വിട്ടോ. അവൻ്റെ കയ്യിൽ നിന്ന് വീണുണ്ടോ? എന്തൊക്കെയോ കടന്ന് വീണെന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെ പറക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഓക്കെ, വിട്ടോടോ. 1 2 3 4. ഓയിലൊക്കെ ഉണ്ടല്ലോ മക്കളെ. എന്തിനാ ഓയിലും? സാധാരണ എന്തിനാ വാങ്ങിക്കുന്നത്? അതിന് തന്നെയല്ലേ. ഓക്കെ, 21.06 കേട്ടോ. 21.06 അത് മാറിപ്പോയി. 6.0. ഓക്കെ കേട്ടോ. കുറേ നേരം കൊണ്ട് ഞാൻ പണിയെടുക്കുന്നു. നിങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്യാൻ പോരാം. ചോറ് കഴിക്കാൻ പോകണം. നിങ്ങളെ കൊണ്ട് വേസ്റ്റ് കിട്ടാൻ നിങ്ങൾ തന്നെയല്ലേ. എന്താടാ സ്ട്രോ ഇങ്ങനെ ഇരിക്കുന്നത്? സ്ട്രോ തന്നെ റീസൈക്കിൾഡ്. ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. നമ്മൾ ആദ്യം ഒറ്റ പാക്കേജ് ഇല്ലല്ലേ, മറ്റേ ഈ പാക്ക് തീർന്നു കേട്ടോ. നമുക്കാദ്യം ഓയിലൊന്ന് ഓപ്പൺ പ്ലേസ് ചെയ്യാം. തീർന്നു. പിന്നെ ബ്രെഡിൻ്റെത് ഇതിൻ്റെത്. ഓക്കെ, നിൽക്കേ ഞാൻ എല്ലാം ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഇനി എന്താ? ഇതിൻ്റെ ഒന്ന് ഫില്ല് ചെയ്യണം. ഓപ്പൺ പ്ലേസ് ഇറ്റ്. ക്ലോസ് ഇറ്റ്. നില്ല എല്ലാവർക്കും തരാം. ഞാനൊന്ന് ക്ലോസ് ത്രോ. ഓക്കെ, ഇവിടെ സ്റ്റോറേജ് റൂമില്ലാത്ത വല്ലാത്ത കഷ്ടം കേട്ടോ. 300 നിൽക്കത്തുള്ളൂ കള്ളൻ. ഓക്കെ ആണോ? ഓക്കെ, അവൻ നമ്മൾ സക്സസ്ഫുള്ളി അവനെ നമ്മളവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. മര്യാദയ്ക്ക് 5 ദിവസം പണി എടുത്തോണം. വർക്ക് ഈസ്
ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് നമ്മളങ്ങനെ നമ്മുടെ കട അധികം ശക്തപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് നമുക്ക് നല്ലതൊക്കെ ഞാനത്തോണ്ടിടാൻ ഒന്നും പറയുന്നില്ല. റൈറ്റ് ഭയങ്കര എല്ലാവരും വാങ്ങിച്ചടാ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4.10 പഴയ പോലത്തെ ഒരു പൈസ കിട്ടുന്നുണ്ട്. കാര്യങ്ങളുണ്ട്. $4 വേണം. ഇതെന്താ സിഗരറ്റ് കുറ്റി വെക്കടാ മോനെ, സിഗരറ്റൊക്കെ. അതെ അതവനാ ഇടുന്നതെന്ന് നോക്കട്ടെ. അവനെ ഞാൻ പെറ്റടിക്കുന്നുണ്ട്, പെനാൽറ്റി ഉണ്ട്. ഇന്നത്തെ എല്ലാം ആയിട്ടുണ്ടോ? അങ്ങനത്തെ തന്നെയാണ്. ആവട്ടെ ചെക്കൗട്ട് സക്സസ്ഫുൾ. അടുത്ത 2 സാധനങ്ങൾ ഏതൊക്കെയാണ് അതിലുള്ള? ഈ സാധനം വന്നിട്ടില്ല. കുപ്പി പാട്ട തേങ്ങ എല്ലാം എടുത്ത് കൊണ്ട് കളയേണ്ടതാണ്, നിക്ഷേപിക്കേണ്ടതാണ്. ഇതാണ് നമ്മുടെ കടയും കാര്യങ്ങളും. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടോ? ഇവിടുത്തെ കോഫി കുടിക്കാൻ പറ്റുമോ? ആ സൈഡിലോട്ട് പോകാൻ പറ്റില്ല. ഇത്രയാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റില്ല നമുക്ക്. ഓക്കെ ലോറി സ്റ്റോക്കിടോ. ഇതാണ് നമ്മുടെ ഇതിനകത്ത് പ്ലേസ് കൂട്ടിച്ച്. ഈ സാധനം ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്ഥലം കൊണ്ടുപോകണം. കാരണം നമ്മുടെ കടയിലുള്ള സാധനമായിരുന്നു, ഞാൻ എടുത്ത് കളഞ്ഞതാണ്. പ്ലേസ് ഇവിടെ അല്ലടാ പ്ലേസ് ചെയ്യണ്ടേ. അതിനകത്തേക്ക് പുട്ടിറ്റ് ആൻഡ് ഹോൾഡ് ഇറ്റ്. എന്നിട്ട് ഇവിടെ കൊണ്ട് 45 ഡിഗ്രി ഇവിടെ കൊണ്ട് വേണ്ട, അങ്ങനെ നടക്കട്ടെ. പ്ലേസ് ഓക്കെ. ഇനി ഇവിടുന്ന് വാങ്ങി ഇത്ര നടക്കേണ്ടി വരും കൈസ്. അതാണ് കുറച്ചും കൂടി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ബാക്കി അടുത്ത ഓയിൽ പെട്ടി തുറന്ന് നോക്കട്ടെ. ഓപ്പൺ. പ്ലേസ് ഇറ്റ് ഫുള്ളി ക്ലോസ് ഇറ്റ് ആൻഡ് ഇത് കൂടി കളയട്ടെ. ത്രോ ഇറ്റ്. ഓക്കെ അടുത്തത് ഇതിൻ്റെയാണ്, ഈ പെട്ടിയാണ്. ഇതെന്താ അതിനകത്തൊന്നും സാധനങ്ങളൊന്നും ഇല്ലേ? ഞാൻ എന്തായാലും പോട്ടെ എൻ്റെ വീട്ടിലോട്ട്, വേറെ ഷോപ്പിൽ പോകാം. എൻ്റെ പൊന്നു ചേച്ചി, ഞാൻ എന്നിട്ട് കൊണ്ട് വെക്കട്ടെ. അതിന് മുന്നേ നിങ്ങൾ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറയല്ലേ. ഓപ്പൺ ഇറ്റ്. പ്ലേസ് ഇറ്റ്. പ്ലേസ്. അവൻ ഫുൾ ഓയിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നേ. കഴിഞ്ഞോ? അല്ല തീരുന്നോ? കഴിഞ്ഞ് കൊണ്ടുപോകണമെങ്കിൽ ഓർഡർ ചെയ്യണം ഗൈസ്. ത്രോ ഇറ്റ്. കനോട്ട് ത്രോ ഹിയർ. ഇവിടെ നിന്ന് ത്രോ ചെയ്യാൻ പറ്റുമോ? അതെന്താ അവിടെ നിന്ന് ത്രോ ചെയ്യാൻ പറ്റാത്ത? ഓക്കെ. ഇവന് 127 സെക്കൻഡ് കൂടെ ഉള്ളൂ ലെഫ്റ്റ് ആവാൻ. മറ്റവരൊക്കെ പുറത്തുണ്ടോ? ഇവൻ്റെ കൂടെ ഉള്ളതെന്ന് അവനെ ആരോ പിടിച്ചോണ്ട് പോയി തോന്നുന്നു. ചേച്ചി പെട്ടെന്നേ ഞാൻ ചെയ്യണം കേട്ടോ പോനെ. ഞാൻ അടുത്ത സാധനം ഓർഡർ ചെയ്യണം. എനിക്ക് ഞാൻ ഇച്ചിരി ബിസിയാണ്. നിൽക്കി നമുക്ക് ഇത് വായിക്കട്ടെ.